പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ബഹുമാന്യനായ MK ഫൈസി ഇക്കഴിഞ്ഞ 3-ാം തീയതി ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചിട്ട് ED അറസ്റ്റ് ചെയ്യുകയുണ്ടായി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അറസ്റ്റിനെ തുടർന്ന് വലിയ ഭീതിതവും ഭീകരവുമായിട്ടുള്ള കഥകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. EDയെ കുറിച്ചിട്ട് ആളുകൾ വിചാരിക്കുന്നത് അത് ഷെർലക് ഹോംസിനെ പോലെയുള്ള അല്ലെങ്കിൽ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പോലെയുള്ള അല്ലെങ്കിൽ മൊസാദ് ഒക്കെ പോലെയുള്ള ഒരു ഭയങ്കരം വിശ്വസ്തതയുള്ള അന്വേഷണ ഏജൻസിയാണ് എന്നാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വിശ്വാസം. അല്ലെങ്കിൽ നമ്മുടെ RSSന്റെ പണം പറ്റുന്ന മീഡിയകളുടെ പ്രചാരണമൊക്കെ അങ്ങനെയാണ്. ഇന്ന് കേട്ട വാർത്ത എന്ന് പറയുന്നത് SDPIക്ക് പണം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി SDPI വേറെവിടെ നിന്നൊക്കെ പണം ആളുകളെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്. നിസാർ സാറിനെയും പാച്ചന്നൂർ സലീം മൗലവിയും അജയൻ ബദിരെയും ശംസുദ്ദീൻ മണക്കാടിനെയൊക്കെ കൊണ്ടുപോയിട്ട് പണം അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. അങ്ങോട്ട് ഏൽപ്പിക്കുന്ന പണം അവർ പിന്നീട് അവരുടെ അക്കൗണ്ടുകളിലിട്ട് ആ അക്കൗണ്ടുകളിൽ നിന്ന് SDPIക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ പണം നേരത്തെ കൈപ്പറ്റിയ ആളുകളെയും പിന്നീട് SDPIക്ക് പണം കൊടുക്കാനായിട്ട് തീരുമാനിച്ച് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നവരെയും ED ചോദ്യം ചെയ്യും. ED അവരെ എല്ലാവരെയും വലയം ചെയ്തിരിക്കുന്നു, നോട്ടം ഇട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ കേട്ട വാർത്തകൾ. അപ്പൊ EDയെ കുറിച്ചിട്ടുള്ള ആളുകളുടെ വിശ്വാസം ഞാൻ പറഞ്ഞതുപോലെ ലോകോത്തര അന്വേഷണ ഏജൻസികളെ പോലെ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ രാജ്യസഭാംഗമായിരുന്ന A റഹീം ആഭ്യന്തര മന്ത്രാലയത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ പറയുന്ന അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസുകൾ എത്രയാണ്, ആ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവ എത്രയാണ് എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജ്യസഭയിൽ മറുപടി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 194 കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് 2 കേസുകൾ മാത്രമാണ്. അഥവാ 2% കേസുകൾ പോലും തെളിയിക്കാൻ വേണ്ടി സാധിക്കാത്ത പഴയ കുട്ടമ്പിള്ള സ്റ്റൈലിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് ED എന്ന് പറയുന്നതിൽ രാജ്യത്ത് നികുതി അടയ്ക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ വിഷമമുണ്ട്. രാജ്യത്തായിത്തീരേണ്ട, ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തേണ്ട, ഏറ്റവും വിശ്വാസ്യത ഉണ്ടായിരിക്കേണ്ട ഒരു അന്വേഷണ ഏജൻസി അതിന്റെ സകല വിശ്വാസ്യതയും തകർത്ത് ഭരണകൂടത്തിന്റെ ചട്ടുകമായി മാറുന്ന അതിദയനീയമായ കാഴ്ചയാണ് ഇന്ന് ഇന്ത്യ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ സംഘപരിവാരം അവർ രാജ്യത്തെ സാധാരണക്കാരായ ഹിന്ദുക്കളെ പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹിന്ദുക്കൾ ഇവിടെ അരക്ഷിതാവസ്ഥയിലാണെന്നാ പറയുന്നത്. എപ്പോഴാണ് ഹിന്ദുക്കൾ അരക്ഷിതാവസ്ഥയിലായത്? 800 കൊല്ലം മുസ്ലിങ്ങൾ ഇവിടെ രാജ്യം ഭരിച്ചിരുന്നു. സുൽത്താൻ ഭരണവും രാജവംശവും ഒക്കെ ആയിട്ട് 800 കൊല്ലം. അന്ന് ഹിന്ദുക്കൾ അരക്ഷിതാവസ്ഥയിലായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 200 കൊല്ലം ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചു. അന്നും ഹിന്ദുക്കൾക്ക് അരക്ഷിതത്വമൊന്നും ഉണ്ടായിരുന്നില്ല. അതും കഴിഞ്ഞ് സ്വാതന്ത്ര്യവും ജനാധിപത്യവുമുള്ള സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ 70 കൊല്ലത്തോളം മതേതര ജനാധിപത്യ കക്ഷികൾ രാജ്യം ഭരിച്ചു. അന്നും ഹിന്ദുക്കൾക്ക് അരക്ഷിതത്വമൊന്നുമില്ല. ഇപ്പോ കഴിഞ്ഞ 13 കൊല്ലമായി ഹിന്ദുത്വ ഭീകരന്മാര് ഭരണമേറ്റെടുത്തതിനു ശേഷം ഹിന്ദുക്കൾ ഭയങ്കര അരക്ഷിതാവസ്ഥയിലാണെന്നാണ് പറയുന്നത്. ആ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത് ഇവിടുന്ന് ഹിന്ദുക്കളെ എല്ലാവരെയും പുറത്താക്കി ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടോ SDPIയോ ഒക്കെ ശ്രമിക്കുന്നു. അങ്ങനെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ ഹിന്ദുക്കളെ ഭയപ്പെടുത്തി അവരുടെ വോട്ട് വാങ്ങി അവരെ രക്ഷിക്കാൻ ആരില്ലല്ലോ. രക്ഷിക്കാൻ മോഡിയൻ ടീമും മാത്രമേ ഉള്ളൂ, RSS മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം, അധികാരത്തിലെത്തിക്കണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷം. ഇപ്പൊ ആളുകൾ ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് EDയെ പോലെയുള്ള പാണന്മാരെ ഇറക്കി വിടുന്നത്. നിങ്ങൾക്കറിയാം, പഴയ രാജഭരണകാലത്ത് പാണന്മാരുണ്ടായിരുന്നു.
ഭരണകൂടങ്ങളെ പുകഴ്ത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന, അങ്ങനെ കവിതകൾ രചിക്കുന്ന, പാട്ടുപാടി നടക്കുന്ന, നാട് നീളെ നടക്കുന്ന പാണന്മാര്, ആ പാണന്മാരുടെ പണിയാണ് ഇപ്പോൾ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് യഥാർത്ഥത്തിൽ കേസ് അന്വേഷിക്കണം. രാജ്യത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, തിരിമറികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച്, രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സംഗതികളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീർച്ചയായിട്ടും അന്വേഷിക്കണം. പ്രതികളെ കണ്ടെത്തണം, അവരെ കണ്ടെത്തി കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം. വിചാരണയിൽ ശക്തമായ തെളിവുകൾ ഉയർത്തണം. അങ്ങനെ അവരെ ജയിലിൽ അടയ്ക്കണം. അതൊക്കെ ED ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ED എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായതിനു ശേഷം 4270 മറ്റോ കേസുകളാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസുകളിൽ തന്നെ 50-ൽ താഴെ കേസുകളാണ് ഈ കഴിഞ്ഞ സംവിധാനം ഉണ്ടായതിനു ശേഷം ഇതുവരെ തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്ത്, UPA ഗവൺമെന്റിന്റെ കാലത്ത് 4 പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെയാണ് കോൺഗ്രസിന്റെ കാലത്ത് ED ഉപയോഗിച്ച് അന്വേഷണം നടത്തിയെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം 26 നേതാക്കന്മാർക്കെതിരെയാണ് ED ഉപയോഗിച്ചിട്ട് അന്വേഷണം നടത്തിയത്. ആ 26 പേരിൽ സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്, ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനോജ് സിസോദിയ ഉണ്ട്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമുള്ള വിവിധ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകളുണ്ട്. ഇതെല്ലാം സാമ്പത്തിക തിരിമറി എന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് BJP ഗവൺമെന്റ് അവരെ എതിർക്കുന്ന ആളുകൾക്ക് നേരെ പ്രയോഗിക്കുന്ന ഒന്നാം തരം ഒരു ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയിരിക്കുകയാണ്. അത്തരം ഒരു പ്രതികാര രാഷ്ട്രീയമാണ് SDPIക്ക് നേരെയും ഉയർന്നു വരുന്നത്. ഇന്ന് രാജ്യത്ത് ഏറ്റവും ശക്തമായ നിലയിൽ ഹിന്ദുത്വ ഭീകര ഭരണകൂടത്തിനെതിരായി ജനകീയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുകയും ജനാഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെയും അതിന്റെ നേതാക്കന്മാരെയും ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി അവര് ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നവരാണ് എന്ന് ചിത്രീകരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തി ഈ പ്രസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്യാനും ഈ പ്രസ്ഥാനത്തെ അരികുവൽക്കരിക്കാനും അവരുടെ ശബ്ദം കൂടി ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അറസ്റ്റും പുതിയ അറസ്റ്റുകളെ കുറിച്ചിട്ടുള്ള വാർത്താ വിശേഷങ്ങളും ഒക്കെ തന്നെ. ഞങ്ങൾ പറയാനുള്ളത്, ഇത് ചരിത്രത്തിൽ എമ്പാടും ഹിന്ദുത്വ ഭീകരത ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് മുമ്പേ ഉണ്ടായിരുന്ന സവർണ ഫാഷിസം പ്രയോഗിച്ചിരുന്ന ഒരു പരിപാടിയാണ് ഈ ഭീഷണിയും അറസ്റ്റും ഭയപ്പെടുത്തലും പിന്തിരിപ്പിക്കാനുള്ള ശ്രമവുമെല്ലാം. അത്തരം ഭീഷണികളുടെ ഭയപ്പെടുത്തലിന്റെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ മുന്നിൽ തളർന്ന് പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രം പ്രഖ്യാപിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു ഫൈസി എന്നല്ല, ആയിരക്കണക്കിന് ഫൈസിമാരെ, ഈ പാർട്ടിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടച്ച് നിശബ്ദരാക്കാമെന്ന് നിങ്ങൾ കരുതിയാലും നിങ്ങൾക്കെതിരായി ഞങ്ങൾ ഉയർത്തിവിട്ടിട്ടുള്ള ഈ രാഷ്ട്രീയവും ഈ പ്രതിരോധവും തടയാനും അവസാനിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന്റെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റോയ് അറക്കലിനെ ക്ഷണിക്കുന്നു.